ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന 2 റെസിപ്പികളാണ് കേട്ടോ. ചെമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ നെത്തോലി മീൻ തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഒരു കറിയും. സൂപ്പർ ടേസ്റ്റാണ് രണ്ടും കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് അരമണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്കൊരു 7 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നല്ല സൂപ്പർ കിടു ചെമ്മീൻ ഫ്രൈ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നെത്തോലി കറി വയ്ക്കാൻ നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഒരു 4 കഷ്ണം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂൺ മുളക് പൊടിയും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത്തിരി എരിയുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ആണെങ്കിലും കുഴപ്പമില്ല. പച്ചമുളക് എരി അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതൊരു 5 പച്ചമുളകും ഒരു തക്കാളിയും 2 കഷ്ണം കുടംപുളിയും എടുത്തിട്ടുണ്ട്. അത് മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വയ്ക്കരുത് കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. വറ്റി വരുമ്പോൾ ഇത്തിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നെത്തോലി കറി റെഡിയാണ് കേട്ടോ. രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.